ആയത്തുള്ള ഖമനേയിയുടെ വിലാപയാത്രയിൽ ആളുകൾ വഹിച്ചിരുന്ന ബിൽബോർഡുകൾ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു നെതന്യാഹു, ഡെത്ത് ടു ട്രംപ്, ഇങ്ങനെയുള്ള ബിൽബോർഡുകളൊക്കെ വഹിച്ചാണ് വിലാപയാത്ര പോയത്. അപ്പോൾ ആളുകളുടെ ആ വെറുപ്പിന് ഒരു കുറവുമില്ല. അതേസമയം തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ. പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ കൂടി ഈ ഇസ്രായേൽ പ്രശ്നം എന്ന് അവസാനിക്കും? ഇസ്രായേൽ അവിടെ ഉള്ളിടത്തോളം കാലം ഈ പ്രശ്നം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനൊരു അവസാനം വേണ്ടേ? ഇപ്പം ഒന്ന് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഏകദേശം 1922 ഇത് ബ്രിട്ടൻ്റെ കീഴിൽ ബ്രിട്ടൻ ഇത് മാൻഡേറ്റർ ബ്രിട്ടൻ്റെ മാൻഡേറ്റിന് ലീഗ് ഓഫ് നേഷൻസ് വിട്ടുകൊടുക്കുന്നത്, ഈ ഭാഗം ബ്രിട്ടൻ്റെ അധീനതയിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് യുദ്ധമുണ്ടായി, മറ്റ് അയൽ പ്രദേശങ്ങളൊക്കെ ആയിട്ട് യുദ്ധമുണ്ടായി. പിന്നെ 1935 മറ്റോ യുദ്ധമുണ്ടായി. അത് പ്രധാനപ്പെട്ട കാര്യം യഹൂദർ മാത്രം, അവരുടെ രാജ്യത്ത് യഹൂദർ മാത്രമാണ് ജോലി ചെയ്യേണ്ടത്, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കില്ല. അപ്പോൾ അതിന് അയൽവക്കക്കാരുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ 1948 അവർ സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിച്ചു. അപ്പം മറ്റു രാജ്യക്കാരെല്ലാം കൂടി ഇവരെ ആക്രമിച്ചു, ഇവരെല്ലാവരെയും തുരത്തി വിട്ടു. പിന്നീട് 1967 യുദ്ധമുണ്ടായി, അന്നേരവും എല്ലാവരെയും തുരത്തി വിട്ടു. അപ്പം അന്നേരമാണ് ഈ ഗോലാൻ ഹൈറ്റ്സ്, വെസ്റ്റ് ബാങ്ക്, പിന്നെ ഗാസ, ഇതെല്ലാം കൂടെ ഇവർ പിടിച്ചെടുക്കുന്നത്, ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. പിന്നെ 1971 ഒരു യുദ്ധമുണ്ടായി, അവിടെയും എതിരാളികളെ എല്ലാം തറപറ്റിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ നിരന്തരം യുദ്ധങ്ങളും വെറുപ്പും. അപ്പോൾ ലോകമാസകലം ഇത് ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ 100-150 വർഷമേ ആയിട്ടു ഈ കൂടുതലും അങ്ങോട്ട് കുടിയേറ്റം തുടങ്ങിയിട്ട്. കുടിയേറ്റം പ്രധാനമായിട്ടും ഓട്ടോമാൻ എംപയർ, ആ എംപററോട് അനുവാദം ചോദിച്ചാണ് ആ ഭാഗങ്ങളിലൊക്കെ കുടിയേറുന്നത്. ആ ഭാഗങ്ങൾ കുടിയേറി അന്ന് അവിടെ കാര്യമായിട്ട് ആളുകളില്ല. പിന്നെയുള്ളത് കുറേയെല്ലാം ആളുകൾ സ്ഥലങ്ങളെല്ലാം വാങ്ങി. പിന്നീട് ഈ 1948 സ്വതന്ത്ര രാജ്യമാകുമ്പോഴാണ് ആളുകളെ ഒരു ഭാഗം ആളുകളെ അവിടെ നിന്ന് പുറത്താക്കുന്നത്. അങ്ങനെയാണ് അവർ ഇറങ്ങിപ്പോകാൻ നിർബന്ധിതരാകുന്നത്. ഇപ്പം നമുക്കറിയാം കാശ്മീരിലെ പണ്ഡിറ്റുകൾ അവിടെ നിന്ന് പലായനം ചെയ്തതുപോലെ ഒരുപാട് പേർ അവിടെ നിന്നും പലായനം ചെയ്തു. അവർ അഭയാർത്ഥികളായിട്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ കഴിയേണ്ട സ്ഥിതി വന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് 75 വർഷമായി. അന്ന് ഓടിപ്പോയ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നില്ല. 75 വർഷം മുമ്പ് ഈ 48 ചുരുക്കം ചിലരായിരിക്കും ജീവിച്ചിരിക്കുന്നത്. ബാക്കി ഉള്ളവർ ഒക്കെ അതിനുശേഷം ജനിച്ചവരാണ്. അവർ പല രാജ്യങ്ങളിലായിട്ട് ജോർദാനിലും പിന്നെ ലെബനോനിലും മറ്റു രാജ്യങ്ങളിലെല്ലാമായിട്ട് ജനിക്കുകയും അവിടുത്തെ പൗരന്മാർ പോലെ ആയിത്തീരുകയും ചെയ്തിട്ടുണ്ട്. അവർ അഭയാർത്ഥി ക്യാമ്പൊന്നും ഇപ്പോഴും കാര്യമായിട്ടില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ട. ഇസ്രായേൽ എന്നുള്ള ഒരു ചെറിയ രാജ്യമാണ്, 1 കോടി ജനങ്ങൾ പോലുമില്ല. പിന്നെ കേരളത്തിൻ്റെ അത്ര വലുപ്പം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല ആ രാജ്യത്തിന്. പക്ഷേ ഇസ്രായേലികൾ ചെയ്യുന്ന സംഭാവനകൾ, അവർ ലോകത്തിന് നൽകുന്ന ടെക്നോളജിക്കലും മെഡിക്കൽ രംഗത്തും പിന്നെ ഈ ലിറ്ററേച്ചറിലാണെങ്കിലും അവർ നൽകുന്ന സംഭാവനകൾ, അത് ഒരുപാട് ജനങ്ങളുള്ള മറ്റ് സമൂഹങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെ സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാൽ അവരുടെ അവിടെ മര്യാദയ്ക്ക് അവിടെ ജീവിച്ചോട്ടെ. ആകപ്പാടെ ഇത്തിരി പോകുന്നൊരു സ്ഥലമേ ഉള്ളൂ. അവർ അന്യായം കാണിച്ചു എന്നുള്ള ഉറപ്പായിട്ടും നമ്മൾ മിക്കവരും കരുതുന്നൊരു കാര്യമാണ്. നമുക്കറിയാം ആളുകൾ പറയുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനുണ്ട്, 2000 വർഷമായിട്ട് ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അതിന് മുമ്പ് ഇവരുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ വന്നിട്ട് പറയുക ഇത് ഞങ്ങളുടേതാണത്, നിങ്ങൾ മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാകുമെന്ന്. അങ്ങനെയല്ല അത് ചരിത്രം. ആ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല അത് ചരിത്രം. ഇവർ ആദ്യമായിട്ട് അങ്ങോട്ട് 100-150 വർഷമൊക്കെ മുമ്പ് അവർ കുടിയേറാൻ തുടങ്ങി. അതിന് മുമ്പ് അവിടെ ആളുകളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പഴയ ജ്യൂസൊക്കെ ഇപ്പോൾ തന്നെ ഈ മറ്റ് ഇസ്ലാം മത അനുയായികളൊക്കെ ആയിട്ട് മാറിയവർ, ആ ഭാഗത്ത് ജീവിക്കുന്നവരൊക്കെ പഴയ കാലത്ത് യഹൂദർ തന്നെ ആയിരുന്നു. അപ്പോൾ അവരുടെ പിന്മുറക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ബന്ധപ്പെട്ട മനുഷ്യരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവർ 150 വർഷമൊക്കെ ആയിട്ട് അവർ അങ്ങോട്ട് കുടിയേറാൻ തുടങ്ങി. ആദ്യമൊക്കെ വാങ്ങിച്ചു, അവിടെ സൗമനസ്യത്തോട് താമസിക്കാൻ ആരംഭിച്ചു. പിന്നീട് അവരൊരു രാജ്യമാകുമ്പോഴൊക്കെയാണ് ഈ എതിർപ്പ് വരുന്നത്. ഒരു സ്വതന്ത്ര രാജ്യമായിട്ട്, ഇവരുടെ കീഴിലല്ലാത്ത ഒരു രാജ്യമായിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നതെന്നാണ് ഈ ചരിത്രം വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൽ ഈ മതപരമായിട്ട് ഉള്ള പ്രശ്നമുണ്ട്. ഈ മുസ്ലിങ്ങൾ അറേബ്യൻ ഈ മേഖലയിൽ ഒരൊറ്റ ക്രിസ്ത്യാനിയോ അല്ലെ യഹൂദനോ ഉണ്ടാവാൻ പാടില്ല എന്നോ മറ്റോ ഇസ്ലാമിൽ പറയുന്നുണ്ടത്രേ. എനിക്കതിനെപ്പറ്റി കൃത്യമായി അറിഞ്ഞുകൂടാ. ആ വിശ്വാസം അവരുടെ എല്ലാം ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകാവസാനം വരെ ഇങ്ങനെ യുദ്ധം ചെയ്ത് കളയാമെന്നുള്ളൊരു ചിന്താഗതി മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ യഹൂദരാവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതൃഭൂമിയാണ്, ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ചിന്താഗതി. അപ്പോൾ ആ മതപരമായ ഒരു ചിന്താഗതിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ മതങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് നമ്മൾ മുന്നോട്ട് വളർന്നു പോയി.
ഈ മനുഷ്യരായും അതുപോലെ തന്നെ ഈ പിന്നെ ശാസ്ത്രീയമായിട്ടും ഒക്കെ നമ്മൾ മാറിപ്പോയി. അറിവിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു രാജ്യം അവരവിടെ കഴിഞ്ഞുകൊള്ളട്ടെ, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളട്ടെ എന്ന് വെച്ച് അവരെ ഇഗ്നോർ ചെയ്താൽ, ആ രാജ്യവുമായിട്ട് ഒരു കാര്യത്തിനും പോകാതിരുന്നാൽ അവരവരുടെ വഴിക്ക് പോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം അത്രയും ചെറിയൊരു സ്ഥലവും ആ ചെറിയൊരു ജനസംഖ്യയും മാത്രമാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു മാറ്റത്തിന് പറ്റില്ലേ? കാരണം ഇനി വേണമെങ്കിൽ ഈ ഒഴിഞ്ഞു പോയവർക്കൊക്കെ നഷ്ടപരിഹാരം പോലും അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഈ രാജ്യം ഇസ്രായേലിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കഴിവൊക്കെ ഉള്ള രാജ്യമാണ്. അപ്പോൾ അയൽ രാജ്യങ്ങളിലും മറ്റുള്ള ഈ ഒഴിഞ്ഞു പോയവർ ആ കാലഘട്ടത്തിൽ 75 വർഷമായിട്ട് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ അവർ ആ ഭാഗങ്ങളിൽ തന്നെ താമസിക്കാവുന്നേ ഉള്ളൂ. അതെല്ലാം ചുറ്റുപാടും ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം ഇതേ ന്യായം ഇതാദ്യം വരുമ്പോൾ, ഇങ്ങനെയൊരു നിർദ്ദേശം ആദ്യം വരുമ്പോൾ ഞാൻ തന്നെ ഓർക്കുകയുണ്ടായി, പണ്ട് ഗാന്ധിജി പറഞ്ഞത് യഹൂദന്മാർ തിരിച്ചു പോവുകയല്ല വേണ്ടത്, അവർ ഏതൊക്കെ രാജ്യങ്ങളിലാണോ താമസിക്കുന്നത് അവിടെ സ്ഥിരതാമസക്കാരാവണം, അവർ തിരിച്ചു പോവുകയല്ല വേണ്ടതെന്ന് ഗാന്ധിജി 1939 മറ്റോ പറഞ്ഞ ഒരു പരാമർശം എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതെല്ലാം ചരിത്രം അംഗീകരിക്കണം. നമ്മൾ ചരിത്രത്തിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു തന്നെ. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ ഇത് കിട്ടിയിട്ടേ ഞങ്ങൾ ഇനി ജീവിക്കാൻ പോകുന്നുള്ളൂ എന്നുള്ള ആ ചിന്താഗതി, ആജീവനാന്തം യുദ്ധം ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പിന്നെ ഈ ലോകം മുഴുവൻ അത് പ്രശ്നമായി മാറുക, ലോകം മുഴുവൻ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടാവുക, പിന്നെ മനുഷ്യരാശി തന്നെ പലതട്ടിലായി മാറുക, ഇതൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലമാണിതെന്ന് തോന്നുന്നു. ഇറാനുമായിട്ടൊരു കരാറുണ്ടായി കഴിയുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ടൊരു കരാറുണ്ടാക്കാൻ ഒരുപക്ഷെ പ്രസിഡന്റ് ട്രംപിനത് കഴിയുമായിരിക്കും. എല്ലാവരും തമ്മിലതിൽ ഒരു മാറ്റം, തുർക്കി, പാകിസ്ഥാൻ ഇവരൊക്കെയാണ് വെറുപ്പിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട വാഹകർ. അപ്പോൾ ഇവരിലൊക്കെ ഒരു മനംമാറ്റം ഉണ്ടാക്കുക, അവരുടെ അവിടെ കഴിഞ്ഞു പോട്ടെ, എന്തെങ്കിലും കാണിച്ചു പോട്ടെ എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മറ്റ് സ്ഥലങ്ങളിലൊന്നും കയറി പിടിച്ചെടുക്കാനൊന്നും വരരുത്, അവർ ആ ഉള്ളിടത്ത് കഴിഞ്ഞു പോകണം എന്നുള്ളൊരു കരാറുണ്ടാക്കിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റില്ലേ? ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം ഈ യുദ്ധങ്ങളും ആളുകൾ കൊല്ലപ്പെടുന്നതും ഇതൊന്നും കാണുന്ന ഒരു സുഖമുള്ള കാര്യമല്ല. ഇതിൻ്റെ വാർത്ത വായിക്കുന്ന പോലും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. മനുഷ്യർ സ്വസ്ഥമായിട്ടും സമാധാനത്തോടെയും ജീവിക്കുന്നതാണ് നമുക്ക് കാണേണ്ടത്. അതുണ്ടാവുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരം, ഒരു ശാശ്വത പരിഹാരം അത് ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഇനിയെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതേ നമ്മെക്കൊണ്ടൊക്കെ കഴിയൂ.